ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗായ്സ് അപ്പം നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗെയ്സ് നമ്മളെന്തായാലും കളിക്കാനായിട്ട് പോണേന്ന് വെച്ചാൽ ഗെയ്സ് നമ്മൾ മിസ്റ്റർ ബീറ്റ് എന്നുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു ഗെയിം കണക്കെയാണ് നമ്മളെന്തായാലും ഇന്നെന്തായാലും കളിക്കാനായിട്ട് എന്തായാലും പോണേന്ന് വെച്ചാൽ. അപ്പോൾ ഗെയ്സ് അപ്പോൾ ഇന്നെന്തായാലും ഗെയ്സ് നമ്മളെന്തായാലും നമ്മുടെ മിസ്റ്റർ ബീറ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഗെയിം കണക്കെയാണ് നമ്മളെന്തായാലും കളിക്കാനായിട്ട് എന്തായാലും പോണേന്ന് പറയണം. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ റിയൽ ആയിട്ടുള്ള സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഇതിലെന്തായാലും മിസ്റ്റർ ബീറ്റ് എന്ന് പറഞ്ഞ ഒരാൾ കണക്കെ എന്തായാലും ഉണ്ടോ. അയാളെന്ന് പറഞ്ഞ ഒരു കിഡ്നാപ്പർ കണക്കാണ്. സാധാരണ ഒരു കിഡ്നാപ്പർ കണക്കല്ല. സാധാരണ കിഡ്നാപ്പറൊക്കെ ആണെങ്കിൽ ആൾക്കാരെ കണക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് ടോർച്ചർ ചെയ്ത് പൈസയൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് തന്നെ എന്തായാലും വെടി വെച്ചോ അല്ലെങ്കിൽ അടിച്ചോ അല്ലെങ്കിൽ കൊല്ലും കേസ്. പക്ഷേ ഈ മിസ്റ്റർ ബീറ്റ് അങ്ങനെയല്ല. ഇയാൾ ആൾക്കാരെ തട്ടിക്കൊണ്ട് വന്നിട്ട് അയാളെ 7-8 പീസായി മുറിച്ച് ഓരോ ഓർഗനും അതേപോലെ തന്നെ സ്കിന്നും എല്ലാം മുറിച്ച് ഇയാൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു ഗെയിം കണക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഗെയിം കണക്കെയാണ്. ഒരു ഹൊറോർ ഗെയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹൊറോറായിട്ട് പക്ഷെ അങ്ങനെയൊന്നും തന്നെ എന്തായാലും ഇല്ല. അപ്പം ഇയാളുടെ വീട്ടിൽ നിന്ന് എന്തായാലും നമ്മളെന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്യണ ഒരു ഗെയിം കണക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഇതിലെന്തായാലും കുറേ ടൈപ്പിലുള്ള എസ്കേപ്പും കുറേ അറസ്റ്റും ബാക്കി സംഭവങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അതൊക്കെ ഞാൻ എന്തായാലും കാണിച്ചെന്തായാലും തരാം. നമുക്കപ്പോൾ നേരെ ഈ ഒരു ഗെയിമിലോട്ടോ. അപ്പോൾ ഇതിലായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്താൽ നമുക്ക് വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മിസ്റ്റർ ബീറ്റിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ഗെയിമുകളൊക്കെ കൊടുക്കാനായിട്ട് എന്തായാലും പോകണം. നമ്മൾ പിന്നെ ഗോസ്റ്റ് എന്നുള്ളൊരു മോഡുകളൊക്കെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ. നമ്മളെന്തായാലും ഗോസ്റ്റ് എന്നുള്ളൊരു മോഡുകളൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ. കാരണം വെച്ചാൽ അല്ലെങ്കിൽ മിസ്റ്റർ ബീറ്റ് നമ്മളെ മര്യാദ എസ്കേപ്പ് ആവാൻ സമ്മതിക്കില്ല. ഇവിടെ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും തരുന്നെന്തായാലും ഉണ്ട്. മിസ്സിങ്. അമീലിയ ക്ലാർക്ക് എന്നുള്ള ഒരു 28 വയസ്സായ ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു ഗേളിനെയും കളക്കെ നമ്മുടെ മിസ്റ്റർ ബീറ്റുകളൊക്കെ എന്തായാലും തട്ടിക്കൊണ്ട് എന്തായാലും വന്നിട്ടുണ്ട്. പക്ഷെ ഇതിലായിട്ട് അയാളെ കൊന്നിട്ടില്ല. അതായത് പെണ്ണിനെയും കണക്ക് ഇതുവരെയായിട്ട് എന്നാലും അയാൾ എന്തായാലും കൊന്നിട്ടില്ല. അപ്പോൾ നമുക്കെന്നാലും ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമീലിയ ക്ലാർക്ക് എന്നുള്ള ഈ ഒരു 28 വയസ്സുള്ള ഈ ഒരു പെൺകുട്ടിയെ കണക്കെ നമ്മളെന്തായാലും ഇവിടെ നിന്ന് രക്ഷിക്കണം. അതാണ് സംഭവം എന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഈ മിസ്റ്റർ ബീറ്റിനെ കണക്കെ പോലീസിനെ വിട്ട് പിടിപ്പിക്കണമെന്നാണ് പറയുന്നത്. നമുക്കെന്നാലും ഇവിടെ ഇപ്പോൾ പ്ലേയിങ്ങളൊക്കെ കൊടുക്കുക. ഞാൻ കുറേ വീഡിയോസുകളെല്ലാം കണ്ടതാണ്, പക്ഷേ റിയലായിട്ട് എങ്ങനെയാണ് എസ്കേപ്പ് ആവേണ്ടതെന്നൊരു ഐഡിയ തന്നെ ഇല്ല. നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം. എൻ്റെ മോനെ. ഇതിൽ ഇവിടെ അമീലിയ ക്ലാർക്കിൻ്റെ പടവും വെച്ചിട്ടുണ്ട്. അതുപോലെ മിസ്റ്റർ ബീറ്റിൻ്റെ ലോഗോയും കൂടെ വെച്ചിട്ടുണ്ട്. ഇതാണെന്നാണ് നമ്മളെന്ന് പറയണത്. നമ്മളെ മിസ്റ്റർ ബീറ്റാണെങ്കിൽ നമ്മളൊന്നും തന്നെ ചെയ്യത്തൊന്നും തന്നെ ഇല്ല എൻ്റെ മോനെ. നല്ല ഗ്രാഫിക്സുള്ള ഗെയിമുകളൊക്കെയാണ് ഈ ഒരു ഗെയിമിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കളൊക്കെ എന്തായാലും ഉണ്ട്. തേർഡ് പാർട്ട് എന്തായാലും റിലീസ് ചെയ്യുന്ന ഉടനെ പറഞ്ഞിട്ടുണ്ട്. ഗൈസ് എന്തായാലും നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഷൂട്ടുകളൊക്കെ എന്തായാലും ചെയ്യാം. നമുക്കെന്തായാലും നമ്മുടെ മിസ്റ്റർ ബീറ്റിനെ കണക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും നമുക്കെന്തായാലും വെളിയിലോട്ട് എന്തായാലും വിളിപ്പിക്കുക. അയാളെന്തായാലും വെളി വരാൻ ചാൻസ് ഇല്ല. കാരണം അയാളെന്തായാലും നമ്മളെ കാണത്തൊന്നും തന്നെ എന്തായാലും ഇല്ല ഗൈസ്. അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ്. ഈ ഒരു ഡോറ് കണക്ക് ബ്ലോക്ക്ഡ് ആണെന്ന് എന്തായാലും കാണിക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യും. നമ്മുടെ പുറകിലത്തെ നമ്മുടെ ചില്ലില്ലേ, നമുക്കെന്തായാലും ഇതെന്തായാലും അടിച്ചെന്തായാലും ഇതെന്താണ് ഞാൻ കാണിക്കണത്. മിസ്റ്റർ ബീറ്റ് നമ്മളെല്ലാം ചെയ്യുന്നുണ്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം പുറകിലത്തെ ഇത് കണക്ക് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. മിസ്റ്റർ ബീറ്റ് കളി നമ്മളെ ഇന്ന് കാണൂലെന്നാണ് നമ്മുടെ ആ ഒരു മോഡൽ കണക്ക് എന്തായാലും പറയണത്. എന്തായാലും നമ്മളെന്തായാലും ഇയാളുടെ വീട്ടിലോട്ട് കയറി. ഇതെന്താണ്. നമ്മളിവിടെ ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിലോട്ട് നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇതുവഴി എന്തായാലും നേരെ എന്തായാലും അകത്ത് കയറാം. മിസ്റ്റർ ബീറ്റ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. മിസ്റ്റർ ബീറ്റ്, നീ എവിടെയാണ് മിസ്റ്റർ ബീറ്റ്? ഇതെന്താണ് ബ്ലോക്കാണതല്ല മിസ്റ്റർ ബീറ്റ്? താങ്കളിവിടെ ഉണ്ടായിരുന്നല്ലേ? ഹായ് മിസ്റ്റർ ബീറ്റ്. എന്തൊക്കെയാണല്ലോ വലിയ ഗമയിലൊക്കെ നിൽക്കുകയാണ് പുള്ളിക്കാരൻ. നമുക്കിനി വെടിവയ്ക്കാൻ പറ്റില്ല നമ്മുടെ ഉണ്ട തീർന്ന കേസൊക്കെ. നമുക്കെന്തായാലും ഇതിനി ഇവിടെ എന്തായാലും ഡ്രോപ്പ് ചെയ്ത് ഇതിൻ്റെ ആവശ്യം ഇനി ഇല്ല. അയാൾക്ക് നമ്മളെ കാണാൻ പറ്റില്ല അതാണ് സംഭവം. അതെന്തായാലും കൊള്ളാം. അയാൾ നമ്മളല്ലെങ്കിൽ നമ്മൾ ചുമ്മാ എസ്കേപ്പ് ആവാൻ സമ്മതിക്കില്ല. ശല്യം ചെയ്തോണ്ടേയിരിക്കും. ഇതെന്താണ് ഇതിൻ്റെ ഡ്രോയർ തുറക്കുക ഇത്രയും പാടൊക്കെ. എന്തായാലും നമുക്കെന്തായാലും എങ്ങനെയെങ്കിലും ഇയാളെ വീട്ടിൽ നിന്ന് എന്തായാലും എസ്കേപ്പ് ആവണം. അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഇതെന്തോ ഇവിടെ എന്തോ സംഭവിക്കണം. ക്യാനോ ഇതെന്തിനുള്ളതാണെന്ന്
എനിക്കറിഞ്ഞൂടാ നമുക്ക് നല്ല വലിച്ചെറിയാം കേസ്. ഓക്കെ ഓക്കെ ഏതൊക്കെയോ റൂമിലോട്ടൊക്കെ കയറി പോണേ. നമ്മുടെ ഇതാണ് കേസ്. ഓക്കെ ഇതെന്ന് വെച്ചാൽ ഇതെന്താണ്? ഇറച്ചിയാ? എൻ്റെ എൻ്റെ മോനെ ഇതെന്താണ്? നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ അടിയിലോട്ട് പോവാം ഗൈസ്. ഇയാളുടെ വീട്ടിലുണ്ട് എന്തോ ഒരു സീക്രട്ട് ബങ്കർ പോലത്തെ എന്തോ ഒരു സാധനമൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ ഫ്രിഡ്ജിൻ്റെ അടിയില പീസ് ഓഫ് ഫുഡ് ക്യാന് ഇതൊക്കെ എന്താണ് സംഭവം? ചിക്കൻ്റെ കുറേ പീസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല കേസൊക്കെ. നമുക്കെന്തായാലും നേരെ മേളിലോട്ട് കയറാം. എൻ്റെ ആള് ഇയാൾ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഈ ഒരു ഗോസ്റ്റ് എന്നുള്ള നമ്മുടെ ഈ ഒരു പ്രാക്ടീസ് മോഡലത്തെ ഈ ഒരു മോഡ് ഇട്ടുകൊണ്ട് തന്നെ ഇയാൾ നമ്മളെ പിടിക്കൂല ഇതൊക്കെ. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്കെന്തായാലും ഇതെന്തായാലും ഫുള്ളായിട്ട് എന്തായാലും തുറന്ന് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഇതിൻ്റെ അകത്തൊന്നും ഒന്നും ഇല്ലല്ലോ. ഇതെന്ത് സാധനമാണൊക്കെ? ഇതിൻ്റെ അകത്തൊന്നും ഇല്ല ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും അടുത്തത് എന്തായാലും തുറന്ന് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഇതെന്താണ്? ഈ ഗെയിം എന്തോ ഭയങ്കര സ്റ്റക്കാവുന്നുണ്ട്. ഇതൊക്കെ എന്ത് പ്രശ്നമാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഓക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഇയാളുടെ വീട്ടിൽ നിന്ന് എന്തായാലും എസ്കേപ്പ് ആവണം ഗൈസ്. ഓക്കെ ഞാൻ പറഞ്ഞില്ല ഇയാൾ ഭയങ്കര ഡേഞ്ചറാണ്. ഓക്കെ ഇവിടെ ഒന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും ഇത് ഫുള്ളായിട്ട് എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ് നമുക്കെന്തായാലും ഇവിടെ എന്തായാലും ഒരു വയർ കട്ടർ കണക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇത് എന്തിനു യൂസ് ചെയ്യേണ്ടതെന്ന് ആർക്കറിയാൻ കഴിയതൊക്കെ. അതുകൊണ്ട് ഞാൻ എന്തായാലും വലിച്ചെറിയാണ്. ഓക്കെ എന്തായാലും നമുക്ക് എന്തായാലും ഈ സൗണ്ട് കേട്ട് ഇയാളെന്തായാലും ഇപ്പം ഇങ്ങോട്ട് വരും. പക്ഷേ ഇയാൾ നമ്മളെന്ന് വെച്ചാൽ ഇതെന്താണല്ലേ ഒന്നും തന്നെ ഇല്ല. ഓക്കെ ഇയാൾ നമ്മളെ കുറേ നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നില്ല ഗൈസ്. ഓക്കെ ഇറച്ചി വാസു. ഓക്കെ നമുക്ക് ഇയാൾക്കൊരു പേരിട്ടാലാ? നമുക്ക് എന്ത് പേരിടാം? ഞാൻ ഇപ്പം എന്തോ പറഞ്ഞല്ലോ ഇറച്ചി വാസു. ഓക്കെ അതൊരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഇട്ട പേരാണ്. ഓക്കെ ഞാൻ ഇട്ടല്ല ഒരു മച്ചാനിട്ട പേരാണ്. ഓക്കെ ഒരു യൂട്യൂബർ ഇട്ട പേരാണ്. ഓക്കെ ഇയാൾക്ക് നമുക്കതല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു പേര് ആണ് ഗൈസ്. ഓക്കെ എന്ത് പേര് ഇടും ഇപ്പം? നമുക്കൊരു കാര്യം ചെയ്യാം. ഇറച്ചി പ്രാന്തനെന്ന് പേരിട്ടല്ലേ? ഇറച്ചി പ്രാന്തൻ അതൊന്നും നല്ല പേരാണല്ലേ. ഇറച്ചി പ്രാന്തൻ. ഇത് എന്താണ്? ഇയാളുടെ വീട് ഫുള്ള് ചവറുണ്ട് നിറഞ്ഞടക്കുകയാണല്ലോ. നമുക്ക് എന്തായാലും ഈ ഒരു വീടിൻ്റെ മേക്കളിലോട്ട് എന്നാലും പോകാൻ കഴിച്ചു. ഓക്കെ മേക്കളിലെങ്കിലും എന്തെങ്കിലും ഉണ്ടാവും. ഇതെന്താണ്? എൻ്റെ മോനെ റൗണ്ട് കീ അതെന്താണ് സാധനം? ആർക്കറിയാം? ഐ നീഡ് ടു ഗ്രോ. നമുക്ക് ഗ്ലൗസ് വേണം കഴിച്ച് ഇത് പിടിക്കണമെങ്കിൽ. ഗ്ലൗസ് ഇല്ലാതെ കളികളൊന്നും തന്നെ നടക്കത്തില്ല. ഓക്കെ ഇതെന്തായാലും മാറ്റാനായിട്ട് എന്തായാലും പറ്റത്തൊന്നും തന്നെ എന്തായാലും ഇല്ല കേട്ടോ. ഇവിടെ ഒന്നും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ നമുക്കെന്തായാലും ഇവിടെ ഫുള്ളായിട്ട് എന്തായാലും അരിച്ചെന്തായാലും പറക്കാം ഗൈസ്. ഓക്കെ എന്താണല്ലേ എൻ്റെ പൊന്നെ ഗൈസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതെന്താ ഫുള്ളായിട്ട് ആൾക്കാരെ കയ്യും കാലൊക്കെ വെട്ടി ഓടിച്ചും കീറി എല്ലാം തവിടിയൊക്കെ ഇവിടെ വെച്ചേക്കാണ്. ഓക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും ഹാമർ വല്ലതും വേണ്ടി വരുമായിരിക്കും നമുക്ക് ഇത് തുറക്കാനായിട്ടൊക്കെ. നമ്മുടെ ഏതാണ് ഇറച്ചി പ്രാന്തനങ്ങളൊക്കെ താഴെ നിൽപ്പുണ്ട്. ഓക്കെ ഓക്കെ ഇവിടെ എന്തോ ഒരു ലെറ്ററുകളൊക്കെ എന്തായാലും ഇരിപ്പെന്തായാലും ഉണ്ട്. ഓക്കെ നമുക്കെന്തായാലും ഇതിൻ്റെ അകത്ത് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ഇതെന്താണ്? സീക്രട്ട് ഡ്രോയർ കീ. എനിക്കിത് മനസ്സിലായി. ഇതെന്ന് വെച്ചാലില്ലേ നമ്മുടെ മിസ്റ്റർ ബീറ്റിൻ്റെ ഇതെന്താണ് ഈ പോവാത്ത മാറിക്കടോ? ഇതെന്താണ് ഈ കത്ത് പോവാത്ത? ശരി പക്ഷെ ഇതെന്താണ് കത്ത് പോകണല്ലോ? മിസ്റ്റർ ബീറ്റിൻ്റെ റൂമില്ലേ അവിടെ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു ഡ്രോയർ ഉണ്ട്. ഇതല്ല ഇതിട്ടല്ലേ തുറക്കേണ്ടത്? ഇതിട്ടല്ലേ തുറക്കേണ്ടത്? മിസ്റ്റർ ബീസ് ഡ്രോയർ കീ ഇതിട്ടല്ലേ തുറക്കേണ്ടല്ല പിന്നെ എന്തിട്ട് തുറക്കേണ്ടേ? ഇവിടെ എന്തോ ഇടണമെന്ന് തോന്നല്ലേ? യു നീഡ് മിസ്റ്റർ ബീറ്റ്സ് കീ ടു ഓപ്പൺ ദിസ് ഡ്രോയർ. ആ സാധനമല്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഓക്കെ ഇവിടെ മറ്റേ ഹാമർ ഇരിപ്പുണ്ട്. നമുക്ക് ഇതെടുക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ തന്നെ ഇല്ല ഗൈസ്. ഓക്കെ ഇവിടെ പ്ലെയർ ഇരിപ്പുണ്ട്, ഫോൺ ഇരിപ്പുണ്ട്, ടെലിഫോൺ കണക്ക് ഇരിപ്പുണ്ട്. ഓക്കെ നമുക്ക് ഈ ഡ്രോയർ ഫുള്ളായിട്ട് എന്തായാലും തുറന്നെന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഇതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല കേട്ടോ. ഈ ഗെയിം എങ്ങനെയാണ് കളിക്കുക? ഇതെന്താണ്? മ്യൂസിക് ബോക്സ് പീസ്. ഓക്കെ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് എന്തോ ഒരു സാധനം ഉണ്ട് ഗൈസ്. ഓക്കെ അതെന്തോ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ. ഓക്കെ പക്ഷെ എൻ്റെ പൊന്നെ ഇവിടെ മൊത്തം കണ്ട പൊളിഞ്ഞടക്കാനുണ്ട്. ഇതുവഴി ചാടി നമുക്ക് താഴോട്ട് പോകാനൊക്കെ പറ്റുന്നതാണ്. നമുക്കിപ്പം ഇതൊക്കെ ഫുള്ളായിട്ട് എന്തായാലും തുറന്ന് എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ് എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു പീസ് കണക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ വെക്കേണ്ടതെന്നൊന്നും എനിക്കൊരു ഐഡിയ തന്നെയില്ല. ഞാൻ എന്തായാലും ഇവിടെ അടുത്ത് എന്തായാലും
ഇട്ടിട്ട് എന്തായാലും ഉണ്ടോ. ഓക്കെ, നമ്മുടെ ഒരു ഏതാണ് ഇതില്ലേ, ഓ മിസ്റ്റർ ബീറ്റ് പോടോ അവിടെ നിന്ന് മാറും ഇങ്ങോട്ട്. ഇയാൾക്ക് എന്തിൻ്റെ കേട്. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ ഇല്ല കേസ്. ഓക്കെ, നമ്മൾ ഫുള്ള് സെർച്ച് ചെയ്താണ്. ഓക്കെ, നമുക്കിനി ഒരു കാര്യം ചെയ്ത് വെച്ച് ഇവിടെ എന്തോ നോക്കാണ്ടല്ലോ. ഇവിടെ ഒരു പാസ്വേഡൊക്കെ അടിക്കണ്ടോ. വാവ്, വാട്ട് എ ബ്യൂട്ടി. ഇവിടെ ആയിരിക്കും മിക്കവാറും നമുക്ക്. ഓ ഇതല്ല, എനിക്ക് തോന്നിയത് മറ്റേ അവിടെ ആര് ഏതാണ് പ്ലെയറാ, അതായത് നെയിൽ കട്ടറാ, അങ്ങനെ എന്തെങ്കിലും സാധനമായിട്ട് ചെയ്യണേ. നെയിൽ കട്ടറല്ലല്ലോ, അത് നമുക്ക് നോക്കി നോക്കാം. അവിടെ കുറച്ച് വുഡ് വെച്ച് അടച്ചിരിപ്പുണ്ട്. ഓക്കെ, ഈ ക്യാൻ എന്തിനാണ് അത് യൂസ് ചെയ്യണത് എനിക്കറിയാൻ പാടില്ല. നമുക്കെന്തായാലും ഈ ഒരു സംഭവം നോക്കാം. ഈ എന്താണല്ലേ പറയണത്. ഓക്കെ, പ്ലെയറെ ചിലപ്പോൾ ഇളക്കാൻ പറ്റുമായിരിക്കും, എനിക്കറിയാം. നമുക്ക് നോക്കാം. യെസ് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ നെയിൽ കണക്കെ പ്ലെയർ വെച്ച് എന്തായാലും ഇളക്കാം. ഓക്കെ ഓക്കെ, എന്തായാലും ഇനി നമുക്കെന്തായാലും ഇതുവഴി എന്താ ചാടാനായിട്ട് എന്തായാലും പറ്റും. അങ്ങനെയാണ് ആ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടതെന്ന് പറയണം. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ നമ്മുടെ ഏതാണ് ഇറച്ചിക്കള്ളൻ, സോറി നമ്മുടെ ഇറച്ചി വാസു, ഇഷ്ടം പോലെ പേരുണ്ട് ഇയാൾക്കൊക്കെ. കുറേ യൂട്യൂബേഴ്സ് ഇട്ട പേരാണ് ഇറച്ചി വാസു, വാസു എണ്ണേ. ഞാൻ ഇട്ട പേര് ഇറച്ചി ഭ്രാന്തൻ, ഇറച്ചിക്കള്ളൻ. എൻ്റെ പൊന്നെ, ഇയാൾ സത്യത്തിൽ ഒരു ഇറച്ചി ഭ്രാന്തൻ തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ എന്ത് റൂമാണല്ലേ. പക്ഷെ എൻ്റെ ഇയാളെ വീട് ഫുള്ളായിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണണം കേട്ടോ. മാറങ്ങോട്ട് കിച്ചണിലെത്തിയിട്ടുണ്ട് ഇപ്പം. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ നേരെ എന്തായാലും മുകളിലോട്ട് എന്തായാലും പോകട്ടെ. ഒരു എത്തും പിടിയില്ല ഇത് എങ്ങനെയാണിത് കളിക്കേണ്ടതെന്നൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇങ്ങനെ എന്തായാലും ഫുള്ളായിട്ടങ്ങ് സ്കിപ്പ് ചെയ്തങ്ങ് പോവേണം. ഒന്നുമില്ല കേട്ടോ, ഇവിടെ ഒന്നും തന്നെ ഇല്ല, ഒന്നും തന്നെ ഇല്ല ഗൈസൊക്കെ ഇവിടെ നിന്നൊക്കെ. നമുക്കിത് നൈസായിട്ട് തുറക്കാനുണ്ടോ. ഫുള്ളായിട്ട് കാലി ആയിട്ടുള്ള ഡ്രോയേഴ്സാണ് കണ്ടോ, ഫുള്ള് കാലിയാണ്. ഒന്നുമില്ല ഗൈസൊക്കെ. ഇയാൾക്ക് എന്തെങ്കിലും കൊണ്ടിട്ടിവിടെ അല്ല, ഷോർട്ട് ഗണ്ണാ അല്ല, സ്റ്റൺ ഗണ്ണാ അല്ലത്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. എങ്ങനെയാണ് കളിക്കേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ ഗൈസൊക്കെ. നമുക്കെന്തായാലും ഫുള്ളായിട്ട് എന്തായാലും നോക്കാം. ഓക്കെ, എന്തായാലും സെറ്റാണ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും നമ്മുടെ ആ മുകളിൽ നമ്മളെന്തായാലും എന്തോ ഒരു സാധനം തുറന്നു പോയില്ല, അങ്ങോട്ട് എന്തായാലും പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കെന്തായാലും ജമ്പ് ചെയ്യാൻ എന്തായാലും പറയണ്ട, ജമ്പ് ടു ദി ഷെഡ്. ഓക്കെ, ഓ ഞാൻ പിന്നെ വീണ് കഴിച്ചത് എന്താണല്ലേ. നമുക്കില്ലേ നമ്മുടെ ഷെഡില്ലേ, ഷെഡിലോട്ട് എന്നാലും എടുത്ത് ചാടണം. അതിനായിട്ടാണ് ഈ ഒരു സംഭവം വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നല്ലതായിരിക്കും, അങ്ങനെ ആയിരിക്കുമല്ലോ. ഓക്കെ, നമുക്ക് മിക്കവാറും ആ ഒരു ഇതില്ലേ നമ്മുടെ ആ ഒരു ആണ് ഈ ഒരു ഇതിപ്പോൾ എന്താണ് എൻ്റെ അമ്മ നമ്മളിതാണ് ഇങ്ങനെ ചാടി വന്ന്. ഓക്കെ, മിക്കവാറും നമുക്ക് അടുത്ത പ്രാവശ്യം ഈ ഒരു ഇതാണ് ഈ ഒരു ഗെയിം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ്. ഓക്കെ ഓക്കെ, ഇവിടെ നല്ല ഒരു വാക്കി ടോക്കിങ് നമുക്ക് ഇരിപ്പുണ്ട്. ഓക്കെ, വേറൊന്നും തന്നെ ഇല്ലല്ലോ ഇതിൻ്റെ അകത്ത്. ഓക്കെ, നമുക്ക് തന്നെ ഇതിൻ്റെ ലോക്ക് എടുത്ത് മാറ്റാം. എന്താണ് ഷോർട്ട് ഗണ്ണിൻ്റെ എന്തോ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ഓ ഷോർട്ട് ഗണ്ണിൻ്റെ ആമോ. ഇയാളെന്തായാലും നമ്മളൊന്നും ചെയ്യില്ല, എന്നിട്ട് നമുക്ക് എന്തായാലും തിരിച്ചെന്തായാലും ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ചുമ്മാ ഒരു രസം. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും ഈ ഒരു വീഡിയോയിൽ നമുക്കെന്തായാലും എസ്കേപ്പ് ആവാൻ പറ്റൂല. ഓക്കെ, അത് വേറെ കേസാണ്. നമുക്കെന്തായാലും ജസ്റ്റ് എന്തായാലും ചുമ്മാ എന്തായാലും ഇയാളിവിടെ ഇറച്ചിപ്രാന്ത, ഇറച്ചിപ്രാന്ത വേറെ അറിയൂ, ഇറച്ചിപ്രാന്ത. ആ ഇവിടെ ഉണ്ടല്ലേ. ഓ ഇങ്ങനെയാണല്ലേ സംഭവം. ഇയാളെ അടിച്ചിടാനൊക്കെ പറ്റിയല്ലേ നമുക്ക്. അത് അപ്പുറത്തോട്ടൊരു സംഭവമുണ്ട്, പക്ഷേ നമുക്കെന്തായാലും ഇതെന്തായാലും തുറക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇതിനെന്തോ ഗ്രീൻ കീ എന്നാ അങ്ങനെ എന്തോ ഒരു സാധനം വേണം കേസ്. ഓക്കെ, ഗ്രീൻ കീ നമുക്ക് എന്തായാലും സെർച്ച് ചെയ്ത് നോക്കാം. എന്തായാലും നമ്മളെന്തായാലും കളിക്കുകയല്ലോ, അതുകൊണ്ട് നമുക്ക് നോക്ക്. എന്തോ ഇതിൻ്റെ അകത്ത് എന്തോ തുറക്കാനായിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഗ്ലോബാണ്. ഓക്കെ, ഗ്ലോബ് പോലത്തെ എന്തോ ഒരു സാധനം. ഓക്കെ, അതിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്ക് ഗ്രീൻ കീ എന്നൊരു സാധനം വേണം കേസ്. ഓക്കെ, അതാണ് ഞാൻ ഈ തപ്പണേന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, നമ്മളിതൊന്നും തുറന്ന് നോക്കിയിട്ടില്ല, ഒന്നും തുറക്കാനേ പറ്റൂല. ഇതൊക്കെ പിന്നെ എങ്ങനെ തുറക്കാനാണ്. നമുക്ക് ഈ ഏരിയയൊക്കെ ഫുള്ളായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ല. ഓക്കെ ഓക്കെ, ഇതിൻ്റെ അകത്തെന്തോ ക്യാൻ ഇരിപ്പുണ്ട്, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഡോർ അടയ്ക്കാൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നത് ഫുള്ള് ക്യാനാണ്. ഈ വീട് ഫുള്ള് ഉണ്ട്, ചവറിൻ്റെ മേളയാണ്. ഓക്കെ, അതേ ഇപ്പം എനിക്ക് പറയാനായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഗൈസ്, ഇതിൻ്റെ അടിയിലോട്ടൊരു അണ്ടർഗ്രൗണ്ട് പോലത്തെ ഏരിയ ഉണ്ട്. ഇവിടെ എങ്ങനെ നമ്മുടെ ഒരു ഗ്രീൻ കീ നമുക്ക് ഉണ്ടാകുന്നത്. ഇതെന്താണ്? ഓ ഗ്രീൻ കീ, യെസ് ഗൈസ്, ഇതാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞത്. ഓക്കെ, ഗ്രീൻ കീ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടതെന്ന് എനിക്ക് അറിയണം. എന്നാലും നമുക്കത് ജസ്റ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ,
ഇതിൻ്റെ അകത്ത് തന്നെ ഒരു പന്നി ഉണ്ട്. ഓക്കെ, ഞാൻ വീഡിയോ കണ്ടതാണ്. ഇതിൻ്റെ അകത്തൊരു പന്നി ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് രക്ഷപ്പെടാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു വൃത്തിയായിട്ടൊരു പന്നി ഉണ്ട്. ഓക്കെ, ആ പന്നി നമുക്ക് ഫസ്റ്റ് എന്തായാലും അടിച്ചിടണം. അത് ഇച്ചിരി സീനാണ്. ഓക്കെ, നമ്മുടെ മിസ്റ്റർ ബീറ്റിൻ്റെ പന്നിയാണ്. ഓക്കെ, പന്നി മിക്കവാറും നമ്മൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഏയ് പന്നി, പന്നി പോയി, പന്നി. യെസ്, നമ്മളങ്ങനെ പന്നി അടിച്ചിട്ട് ഓക്കെ, പന്നിയെ കണക്ക് ഇവിടെ ബോധമൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ഇതൊക്കെ ഫുള്ളാണ്. നമുക്ക് എന്താ ലോക്കാ? ഓ, നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചാവ എങ്ങനെ ചെയ്ത് നമ്മൾ ഈ ഒരു റൂമിലാണ് പോണത്. ഓക്കെ, നമുക്കിവിടെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യും. ഇവിടെ ഇതിട്ടുണ്ട കേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പന്നി അടിക്കാനല്ലോ. പന്നി ഇച്ചിരി ഡേഞ്ചറാണ്. ഓക്കെ, നമ്മുടെ ഈ മോഡൽ ഇത് പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടോ. ഓക്കെ, എന്നാലും നമുക്ക് ഈ ഏരിയ ഫുള്ളായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ നിന്ന് തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതൊന്ന് ലോക്ക. ഓക്കെ, ഓ, നമ്മുടെ ഇറച്ചിവാസം എണീറ്റിട്ടുണ്ടല്ലേ. ഇയാളത് എവിടെയാണ് പോണ? ഇയാളെന്താണ് കാണിക്കണ? പ്രാന്ത ഇയാൾക്ക്. നമ്മളെവിടെയാണ് ഇയാളെ തപ്പിക്കൊണ്ട് നടക്കണേ. ഓക്കെ, ഈ ഡോറ് തുറക്കാവോ? നമുക്കിതിന് മറ്റേ ഇത് വേണം, നമ്മുടെ ഏത് പ്ലെയർ വേണം കേസ്. ഓക്കെ, ഇയാളുടേതാണെന്നാണ്. ഓക്കെ, ഇതെന്താണ്? ഓക്കെ കേസ്, നമുക്ക് ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കാനുള്ള ഓപ്ഷനും നമുക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഇല്ലേ നൈസായിട്ട് എന്തായാലും ഇതെന്തായാലും തുറക്കും. ഓക്കെ, നമുക്കെന്തായാലും ഇതിനൊരു പോകാൻ പറ്റില്ല കേട്ടോ. ഇത് ബ്ലോക്കാണ്. ഓക്കെ, എൻ്റെ പൊന്നെ എന്താണല്ലേ, നമുക്കില്ലേ കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇതെന്താണ്? ഈ ഫുള്ള് ക്യാനിൻ്റെ വേസ്റ്റാണ് ഈ ഒരു സ്ഥലം മൊത്തം. ഓക്കെ, ഇതൊക്കെ മൊത്തം നമ്മൾ അരിച്ചുറക്കുകയാണ്. എന്നാലും നമുക്ക് ഒരിക്കൽ കൂടെ ഫുള്ളായിട്ട് നോക്കി ഇതൊക്കെ മൊത്തം നമ്മൾ നോക്കിയാണ്. ഓക്കെ, ഈ ഒരു ഏരിയ ആണ് നമുക്കിനി ഫുള്ളായിട്ട് അരിച്ചുറക്കേണ്ടത്. അതായത് ഈ ഒരു അണ്ടർഗ്രൗണ്ട്. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ ഇല്ല പ്രത്യേകിച്ച്. ഓക്കെ, ഇവിടെ എന്തോ ഇരിപ്പുണ്ടല്ലോ, മൊത്തം ക്യാനാണ്. ക്യാൻ എന്തിനാണെന്ന് ഇത്ര ഇവിടെ കൊണ്ടിട്ടിരിക്കണ? ഇത് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഏരിയ ആണ്. അപ്പം ഇങ്ങോട്ടൊന്നും ഉണ്ടല്ലോ. ഓ, ഇത് നമ്മൾ നേരത്തെ പോയി. ഓക്കെ, ഇതെന്താണല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കിടന്ന് കളിക്കുകയാണ്. ഉണ്ടാ ഫുള്ള് ഇടിഞ്ഞ് പൊളിഞ്ഞടക്കുകയാണ് നമ്മുടെ ഇറച്ചിവാസുവിൻ്റെ വീടൊക്കെ. അതായത് നമ്മുടെ ഇറച്ചിക്കള്ളൻ്റെ വീടൊക്കെ. പക്ഷെ എൻ്റെ പൊന്നെ എന്താണല്ലേ, ഇയാളിനൊന്നും ചെയ്യില്ല. ഓക്കെ, ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ തന്നെ ഇല്ല കേട്ടോ. ഓ, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് പോകാൻ പറ്റൂല. ഓക്കെ, ഇവിടെ ചുമ്മാ എന്തായാലും നോക്കി നോക്കാം. ഓ, ഇത് ബ്ലോക്കാണെന്നാണ് പറഞ്ഞു. ഓക്കെ, അപ്പം ഇതിലോട്ട് കയറണമെങ്കിൽ നമുക്ക് അതിലേ കൂടെ കറങ്ങി വരേണ്ടി വരും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഏതാണ് മറ്റേ സാധനമില്ല, നമ്മുടെ ഷോർട്ട് ഗണ്ണ് എന്തോ അവിടെ കിടക്കുകയല്ലേ. ഷോർട്ട് ഗൺ എന്താ അവിടെ കിടപ്പുണ്ട്. ഷോർട്ട് ഗണ്ണ് കണക്ക് ഇവിടെ എടുക്കാം. ഫില്ല് ചെയ്യേണ്ട കേസ്. ഓക്കെ, നമ്മുടെ പന്നി നമ്മളൊന്നും ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് നല്ല ഇതിൻ്റെ ഇടയിൽ കൂടെ കറങ്ങി പോകും. യെസ് ഗൈസ്, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഓ, യു നീഡ് എ പീസ് ദാറ്റ് ഫിക്സ് ഇൻ ടു ദിസ് സ്ലോട്ട് ടു ഓപ്പൺ ദിസ് ഡോർ. ഓ, അങ്ങനെ എന്തോ ആണല്ലേ. ഇവിടെ എന്തോ ലെറ്റർ ഇരിപ്പുണ്ട്. എനിക്കെങ്ങനെ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം കേസ്, അല്ലാതെ ശരി. അതിലിതെന്താണ് എൻ്റെ പൊന്നെ? ഇവിടെ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കെന്നാലും നേരെ ഇതിലേ കൂടെ പോവാം. നമ്മുടെ പന്നി ഇപ്പോഴും അവിടെ ബോധം കെട്ട കിടപ്പുണ്ട് കേട്ടോ. പന്നി എണീറ്റിട്ടില്ല കേട്ടോ. എന്തോ നല്ല കാര്യമാണ്. ഓക്കെ, ഇതെന്താണ് ഈ മെസ്സേജ് പോലത്തെ ഈ ഒരു കത്തിൻ്റെ സാധനം ഇപ്പോഴും നടക്കുന്നത്? അത് പോയി. ഓക്കെ, ഡയറി നോട്ട്സ് റീഡ്. നമുക്കപ്പോൾ ഈ ഏരിയ ഫുള്ളായിട്ട് നോക്കാം. ഓക്കെ, ഇത് ലോക്കാണ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. നമുക്കിതിൻ്റെ മണ്ടക്കെല്ലാം ചാടിക്കയറെല്ലാം ചെയ്യാൻ പറ്റുമോ? നമുക്കിവിടെ നിന്നെടുത്ത് ചാടി നേരെ രക്ഷപ്പെടാമല്ലോ. നിൽക്കി, അല്ലാതെ തന്നെ ബഗ് പോലെ ഈ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാൻ നോക്കി നോക്കട്ടെ. ഓക്കെ, ചുമ്മാ. ഓക്കെ, എന്തായാലും ഇതിൽ രക്ഷപ്പെടാൻ പറ്റൂലോ. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഇവിടെ നിന്ന് എടുത്താൽ ലൈറ്റ് ചാടി നമുക്ക് തിരിച്ച് കാണാം. അല്ലെങ്കിൽ ഇവിടെ നേരെ ഒറ്റച്ചാട്ടം. ഓ, നടന്നില്ല കേസ്. ഓക്കെ, പക്ഷെ നമ്മളിവിടെ എത്തി. നമുക്കിവിടെ നിന്ന് ചാടി ഇറങ്ങാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ ലൈറ്റിൻ്റെ മണ്ടൊക്കെ എടുത്ത് ചാടാം. ഓ, കയറി. ഓ, കയറിയില്ല. പക്ഷേ അതെന്തായാലും നടക്കണ കാര്യമില്ല കേട്ടോ. നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് എന്തായാലും ഒരു വീഡിയോ ആണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണല്ലോ, ഇങ്ങനത്തെ ഏതെങ്കിലും ഹൊറർ ഗെയിംസുകളൊക്കെ എന്തായാലും ഇതേപോലെ
കളിക്കണ സമയത്ത് എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ ട്രൈ എപ്പോഴും ഇതേപോലെ മോശമായിരിക്കും ഗൈസ്. ഓക്കെ, അത് പിന്നെ അങ്ങനെയാണ്. ഓക്കെ, അതേപോലെയാണ്. നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും കറക്റ്റായിട്ട് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തായാലും ഞാൻ എന്തായാലും ഇതെന്തായാലും ഇയാളുടെ വീട്ടിൽ നിന്ന് ഞാൻ എന്തായാലും എസ്കേപ്പ് ആവുന്നതാണ് ഗൈസ്. ഓക്കെ, ഇപ്പം എന്തായാലും നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ഉണ്ടെടുത്ത് നമുക്ക് അവസാനമായിട്ട് നമ്മുടെ വാസുവിനെ നമുക്ക് അടിച്ചിട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇറച്ചി വാസുവിനൊക്കെ ഇയാളത് ഇവിടെ. ഏയ് മിസ്റ്റർ ഇറച്ചി വാസു, കമോൺ, സൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, സൗണ്ട് ഉണ്ടാക്കി അയാൾ വരും കേട്ടോ, പക്ഷെ ഒന്നും ചെയ്യൂല നമ്മൾ. ഓക്കെ, ഈ കിഴങ്ങത് എവിടെ? ഇവിടെ ഉണ്ടല്ലേ, എന്നാ പിടിച്ചോ. അതൊക്കെ പിന്നെ അത്ര ഉള്ളൂ. യെസ്, ഇയാളമ്മ അടിച്ചിട്ട് ഗൈസ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു, എനിക്ക് നല്ല കുത്തൂത്താണ് നല്ല. പിന്നെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ള ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ. ഇതെന്താണ്? പക്ഷെ എൻ്റെ പൊന്നെ, ഇത് നമ്മുടെ ഇറച്ചി വാസുവിൻ്റെ ഫോട്ടോയാ. ഇയാൾ ഇത്രയ്ക്ക് സുന്ദരനായിരുന്നാ? ഇയാളെ ഭാര്യയും കൊച്ചു വരുന്നതാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ഇയാൾക്കൊരു മോളുണ്ട്. ഓക്കെ, മോളെ പേര് റെബേക്കയെന്ന് അങ്ങനെ എന്തോ ആണ് ഗൈസ്. ഓക്കെ, പക്ഷെ എന്തായാലും അങ്ങനെ ഒരു എസ്കേപ്പ് കണക്കുണ്ട്. മോൾ സത്യത്തിൽ ഈ ഒരു വീട്ടിൽ തന്നെ ഉണ്ട് കേസ്. ഓക്കെ, പക്ഷെ എവിടെയാണെന്ന് ഒരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല കേസ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ കാണാം. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും നമ്മളെന്തായാലും വീണ്ടും കേസ് നമ്മളെന്തായാലും വേറൊരു കിടിലൻ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. അത് നമ്മുടെ ഈ ഒരു മിസ്റ്റർ ബീറ്റിൻ്റെ വീഡിയോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും എസ്കേപ്പ് ആവുന്നതാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും തന്നെ ഒരു ഐഡിയ തന്നെ ഇല്ല കേസ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് എന്തായാലും എസ്കേപ്പ് ചെയ്യാത്തതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.